നമസ്കാരം. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമായ കാര്യം തന്നെയാകുന്നു. കാരണം ഭാവി എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ചില സൂചനകൾ പ്രകൃതി തന്നെ നമുക്ക് നൽകുന്നതുമാണ്. അത്തരത്തിൽ ഒന്നാണ് ചില ജീവികൾ വീടുകളിലേക്ക് കടന്നു വരുന്നത്. ദോഷകരമായ സൂചനയാണ് എങ്കിൽ നാം ഇപ്പോൾ ചെയ്യുന്നതായ കാര്യങ്ങൾ വീണ്ടും പുനർചിന്തിക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. ഇത്തരത്തിൽ ശുഭകരവും അശുഭകരവുമായ ചില സൂചനകൾ ജീവികൾ വീടുകളിൽ വരുന്നതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പ്രാവ് ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാകുന്നു. വരുന്നത് അതിനാൽ ശുഭകരമാണ്. എന്നാൽ ഇവ വീടുകളിൽ കൂട്ടുന്നത് ദോഷകരവുമാണ്. അതിനാൽ തന്നെ ഇവയുടെ കണ്ണുനീർ വീടിന്റെ മുകളിൽ വീഴുന്നത് വാസ്തുവിൽ ദോഷകരമാണ് എന്ന് പരാമർശിക്കുന്നു. ഇവ കൂട്ടുന്നത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് പൂച്ചയാണ്. പൂച്ച വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് പരാമർശിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാതെ ഉയർച്ചകൾ വന്നു ചേരേണ്ട ചില ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ പൂച്ച വരുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. ചിലന്തി പല വീടുകളിലും ചിലന്തി വല നിറയുന്നത് കാണാം. ഇത്തരത്തിൽ കാണുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം ആ വീടുകളിൽ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ നഷ്ടമാകുന്നു എന്ന് തന്നെയാകുന്നു. അതിനാൽ തന്നെ വളരെ ദോഷകരമായി കണക്കാക്കുന്ന ഒന്നാണ് വീടുകളിൽ ചിലന്തിവല വരുന്നത് ദൗർഭാഗ്യത്തിന്റെ സൂചനയാകുന്നു. അതിനാൽ തന്നെ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ വരികയാണ് എങ്കിൽ ഉടനെ തന്നെ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റൊന്ന് വവ്വാലാകുന്നു. വീടിനകത്ത് വവ്വാൽ വരുന്നുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമായാണ് കണക്കാക്കുന്നത്. ആ വീടുകളിൽ താമസിക്കുന്നത് പോലും ദോഷകരമാണ് അഥവാ അശുഭകരമാണ് എന്ന് തന്നെ പറയാം. ദുശകനവുമായി കണക്കാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇവ വീടുകളിൽ വരുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അത്ര ശുഭകരമായിരിക്കില്ല കാര്യങ്ങൾ. ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ, കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാകുന്നു. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ വവ്വാൽ വരുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റൊന്ന് അണ്ണാനാകുന്നു. അണ്ണാൻ നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. വിട്ടുമാറാത്തതായ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്നും അകലുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. അതിനാൽ അണ്ണാൻ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ ചില സന്തോഷകരമായ കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. തത്തയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ വീടുകളിൽ തത്ത വരൂ എന്നതാണ് വാസ്തവം. അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള പക്ഷി അഥവാ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതായ പക്ഷി എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഇവയെ കൂട്ടിലിട്ട് വളർത്തുന്നത് അത്ര ശുഭകരമല്ല. കൂട്ടിലിട്ട് വളർത്തരുത് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക. മൈന വീടുകളിൽ പലപ്പോഴും അല്ലെങ്കിൽ പുറമെയാണ് എങ്കിലും മൈനയെ കാണുന്നതാണ്. എന്നാൽ ഇരട്ട മൈനയെ കാണുന്നതാണ് ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ വാർത്തകൾ, ആഗ്രഹ സാഫല്യം പോലും സംഭവിച്ചു എന്ന് വരാം. അതിനാൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തന്നെ പരാമർശിക്കാം. അതിനാൽ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത്. മറ്റൊന്ന് ഉപ്പനാണ്. ഉപ്പന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കുന്നതായ പക്ഷി വീടുകളിൽ കാണുന്നത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന്റെ സൂചന.
അല്ലെങ്കിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം. അതിനാൽ ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന്റെ സൂചന തന്നെയാകുന്നു. പല്ലി, വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പല്ലിയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സൗഭാഗ്യം വന്നു ചേരുന്നതിന്റെ സൂചന തന്നെയാകുന്നു. പ്രത്യേകിച്ചും ആ വീടുകളിൽ ഇത്തരത്തിൽ കാണുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ധാരാളമായി പല്ലിയെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നു എങ്കിൽ അത് ദോഷകരവുമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് കടന്നലാണ്. പലപ്പോഴും വീടുകളിൽ കടന്നൽ കൂട് കൂട്ടുന്നതാണ്. ഇത്തരത്തിൽ കൂട് കൂട്ടുന്നു എങ്കിൽ അത് ശുഭകരമല്ല, ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക. ശത്രുദോഷത്തെ അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതിനാൽ കടന്നൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. തേനീച്ചക്കൂട്. തേനീച്ചക്കൂട് പല വീടുകളിലും ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക. ദൗർഭാഗ്യം ആ വീടുകളിലേക്ക് വന്നു ചേരുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. അതിനാൽ സൗഭാഗ്യം, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങൾ ക്രമേണ ഇല്ലാതാകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. എന്നാൽ തേനീച്ചയെ വാണിജ്യ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വളർത്തുന്നത് എങ്കിൽ അത് ദോഷകരമല്ല എന്ന കാര്യം ഓർക്കുക. മറ്റൊരു ജീവി ഉടുമ്പാണ്. ഉടുമ്പ് നിങ്ങളുടെ വീടുകളിൽ കാണുകയോ നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ പല അവസരങ്ങളിലും ദൃശ്യമാകുന്നു എങ്കിൽ അത് ശത്രു വിജയത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ വിജയങ്ങൾ നേടുവാൻ സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ശത്രുദോഷം നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. മറ്റൊന്ന് ആമയാകുന്നു. ആമ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. വാഹനയോഗത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കുവാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പാമ്പ്. പുരയിടത്തിൽ പാമ്പ് വരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഐശ്വര്യമായി തന്നെ കണക്കാക്കുന്നു. അഥവാ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ പാമ്പ് വീടുകളിൽ വരുന്നു എങ്കിൽ അത് ശുഭകരം തന്നെയാകുന്നു. പരുന്ത് ഏറ്റവും ശുഭകരമാണ് എന്ന് നിസ്സംശയം പറയാം. ജീവിതത്തിൽ പലവിധ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിയുന്നതിന് ഏറ്റവും ശുഭകരം. കൂടാതെ ഭാഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കും. നാൾക്ക് നാൾ ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ശുഭകരമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് മത്സ്യമാകുന്നു. ജീവനുള്ള മത്സ്യം വീടുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു, അഥവാ വീട്ടിലെ പറമ്പിൽ ഇത്തരത്തിൽ കാണുവാൻ സാധിച്ചു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്നാണ് പരാമർശിക്കുന്നത്. ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചനയായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ മത്സ്യത്തെ കാണുന്നത് അതീവ ശുഭകരമാണ്. പശുവിനെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ പശുവിനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ സർവ്വദേവത കടാക്ഷവും നിങ്ങളുടെ വീടുകളിൽ അഥവാ നിങ്ങൾക്കുണ്ട് എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്രതീക്ഷിതമായി പശു നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ ഇപ്രകാരമുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഒരിക്കലും പശു വീടുകളിലേക്ക് വരുമ്പോൾ അവയെ ഓടിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം നൽകുന്ന കാര്യമായി മാറും. അതിനാൽ ആ കാര്യവും പ്രത്യേകം ഓർക്കുക. കാളയെ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ പരമശിവന്റെ അനുഗ്രഹം, കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം.
ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ആ വീടുകളിൽ സൗഭാഗ്യം, ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ അഥവാ ശത്രുനാശം വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊന്ന് നായാകുന്നു. ഒരു വീട്ടിൽ തീർച്ചയായും നായ വരുന്നത് ശുഭകരം തന്നെയാകുന്നു. ഒരു വീടിന്റെ മുന്നിൽ നിന്നും നായ കുരയ്ക്കുകയാണ് എങ്കിൽ, ഓരിയിടുകയാണ് എങ്കിൽ അത് മരണദുഃഖ തുല്യമായ ഫലങ്ങൾ അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ ഉടനെ നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുന്നതും അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ പേരിൽ നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ തന്നെയാണ് ഈ പക്ഷികൾ അഥവാ ഈ ജീവികൾ നിങ്ങളുടെ വീടുകളിൽ വന്നു ചേരുന്നതിലൂടെ നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക.